വയനാട് മണ്ഡലത്തിൽ നിന്നും വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനായി പ്രിയങ്ക ഗാന്ധി എം പി നാളെ ജില്ലയിൽ എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാവിലെ 11-ന് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ആദ്യ സ്വീകരണം നടക്കുന്നത്. തുടർന്ന് വയനാട്ടിലേക്ക് പോകുന്ന പ്രിയങ്ക ഞായറാഴ്ച അവിടെ വിവിധ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കും. എന്നാൽ വയനാട്ടിൽ പ്രിയങ്കയെ കാത്തിരിക്കുന്നത് ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങളാണ്. സഹോദരൻ രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ വിജയിച്ചതിന് ശേഷം മുങ്ങിയതുപോലെ പ്രിയങ്കയും മുങ്ങുമോ എന്ന ആശങ്കയും വയനാട്ടിലെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക വയനാട് എം പിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേരള കസവ് സാരിയുടുത്താണ് അവർ പാർലമെന്റിലെത്തിയതും. ഒപ്പം ഇടം വലം തിരിയാതെ തന്നെ രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു. രാഹുൽ ഓടി നടന്ന് പ്രിയങ്കയുടെ ചിത്രം തന്റെ സ്വന്തം മൊബൈലിൽ പകർത്തുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതേസമയം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കാണാനെത്തിയ നേതാക്കളുമായി പ്രിയങ്കയും രാഹുലും ചർച്ച നടത്തിയിരുന്നു. സോണിയാഗാന്ധിയുടെ ജൻപത് 10-ാം നമ്പർ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. വന്ന നേതാക്കൾക്കിടയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കുവച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ജനങ്ങളുടെ ആവേശം കണ്ടപ്പോൾ വയനാട്ടിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പിച്ചിരുന്നു. പോളിംഗ് ശതമാനം അപ്രതീക്ഷിതമായി ഇടിഞ്ഞപ്പോൾ മികച്ച ഭൂരിപക്ഷമെന്ന ആത്മവിശ്വാസത്തിന് ചെറിയ ഉലച്ചിലുണ്ടായി. എന്നാൽ വയനാട്ടുകാരെ ശരിക്കും അറിയാവുന്ന രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞു, വയനാട്ടിലെ ജനങ്ങൾ നിരാശപ്പെടുത്തില്ല. നേതാക്കളുടെയും പ്രവർത്തകരുടെയും കഠിനാധ്വാനം വെറുതെ ആകില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറാനായി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ നേതാക്കളോടാണ് രാഹുലും പ്രിയങ്കയും ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള നേതാക്കളെ ആദ്യമായാണ് പ്രിയങ്ക കാണുന്നത്. ഞാൻ നിങ്ങളുടെ പഴയ എം പിയാണ് എന്ന് ചിരിയോടെ പരിചയപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി നേതാക്കളോട് കുശലാന്വേഷണം തുടങ്ങിയത്. ലോക്സഭയിൽ ഉയർത്തേണ്ട വയനാട് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വയനാട് മണ്ഡലത്തെക്കുറിച്ച് ഇതിനകം പ്രിയങ്ക ഗാന്ധി ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ടെന്നാണ് കൂടിക്കാഴ്ചയിൽ ബോധ്യമായതായി നേതാക്കൾ പറയുന്നത്. സംഭാഷണത്തിനിടയിൽ പ്രചരണ കാലത്തെ തമാശയും പ്രിയങ്ക നേതാക്കളുമായി പങ്കുവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കൂടിയായ എം പി അനിൽകുമാറിനോട് പ്രചരണ കാലത്ത് പറഞ്ഞ തമാശയാണ് പ്രിയങ്ക ഓർത്തെടുത്തത്. വാഹനത്തിൽ പഴങ്ങളോ മറ്റു ഭക്ഷണ വസ്തുക്കളോ ഉണ്ടെന്ന് ഉറപ്പാക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര. യാത്രക്കിടെ അദ്ദേഹം ഇത് കഴിക്കുകയും ഒപ്പമുള്ളവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുകയും ചെയ്യും. ഭക്ഷണ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി കർക്കശക്കാരിയാണ്. കടുത്ത ഭക്ഷണ നിയന്ത്രണം. ഇതിനെക്കുറിച്ചായിരുന്നു പ്രിയങ്കയുടെ തമാശ. പ്രചരണത്തിനിടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വാഹനത്തിൽ എപ്പോഴും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാകും, ഇതിൽ ഒന്നും ഉണ്ടാകില്ല, ഇതൊരു ഡയറ്റ് വാഹനമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ലോക്സഭയുടെ സന്ദർശക ഗാലറിയിൽ കണ്ട ശേഷമാണ് നേതാക്കൾ നാട്ടിലേക്ക് തിരിച്ചതും. MLA-മാരായ AP അനിൽകുമാർ, PK ബഷീർ, KC ബാലകൃഷ്ണൻ, T സിദ്ദിഖ്, DCC പ്രസിഡന്റുമാരായ ND അപ്പച്ചൻ, VS ജോയി, K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്ത്, നേതാക്കളായ CP ചെറിയ മുഹമ്മദ്, KK അഹമ്മദ്, KL പൗലോസ് തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. അതേസമയം ഇന്ത്യ വിരുദ്ധത മാത്രം കൈമുതലാക്കിയ ഒരു നേതാവിന്റെ സഹോദരി എത്രത്തോളം വിശ്വാസ്യതയോടെ തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതൊരു ചോദ്യചിഹ്നമായി നിഴലിക്കുകയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ മറികടന്ന് 4 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമായാണ് പ്രിയങ്ക ജയിച്ചു കയറിയത്. എങ്കിലും പ്രിയങ്കയ്ക്ക് മുന്നിൽ ഇനിയും ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതുണ്ട്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം തന്നെയാണ് പ്രധാനമായും പ്രിയങ്കയെ കാത്തിരിക്കുന്ന വെല്ലുവിളി. ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്തിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്നതാണ് ദുരന്തബാധിതർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞതാണ്. കൂടാതെ ദുരന്ത നിവാരണ ഫണ്ട് കൂടാതെ അധിക സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇവിടെ പ്രിയങ്കയുടെ ഇടപെടൽ ഏത് രീതിയിലാകും എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം. ഇതിനു പുറമെ ബന്ദിപ്പൂർ വഴിയുള്ള രാത്രി യാത്രാ നിരോധനം നീക്കുന്നതിൽ പ്രിയങ്കയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും വോട്ടർമാർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൽ ഈ വിഷയങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞാൽ നിരോധനത്തിൽ ചെറിയ തോതിലെങ്കിലും ഇളവുണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷയും. അത്തരത്തിൽ നിരവധി വെല്ലുവിളികളും കടമ്പകളുമാണ് പ്രിയങ്ക ഗാന്ധിയെ കാത്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.